നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ഷേത്ര സഞ്ചാരം എത്തി നിൽക്കുന്നത് അതിമനോഹരമായ ഒരു ഭൂമിയിലാണ്. തൃശൂർ ജില്ലയിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ പൈങ്കുളം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വാഴാലിക്കാവ് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ ആ ഹരിതാഭ മുഴുവൻ നിറച്ചു വെച്ചിരിക്കുന്ന പ്രകൃതി സൗന്ദര്യത്തിന്റെ കലവറ തന്നെയായ ഒരു ഭൂമിയാണിത്. ദാരിക നിഗ്രഹത്തിനായി അവതരിച്ച ഭദ്രകാളി ദേവി തന്നെയാണ് ഇവിടെ വാഴാലിക്കാവ് ഭഗവതിയായി കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ആണ്ടുവിശേഷം വാഴാലിക്കാവ് പൂരം അതിപ്രശസ്തമാണ്. ഉത്സവ സമയത്ത് കൂത്തുമാടത്തിൽ അരങ്ങേറുന്ന തോൽപ്പാവക്കൂത്ത് ഈ ക്ഷേത്രത്തിന്റെ വേറൊരു പ്രത്യേകതയാണ്. അതിമനോഹരമായ ഈ ഭൂമിയെക്കുറിച്ചും വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചുമാണ് നമുക്കിന്ന് പറഞ്ഞു തുടങ്ങേണ്ടത്. അതിനായി ഇവിടെ വാഴാലിക്കാവിൽ അമ്മയായി കുടികൊള്ളുന്ന ആ ജഗൽ ജനനി തന്നെ വാക്കുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. തൃശൂർ ജില്ലയിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ പൈങ്കുളം ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കം അനുമാനിക്കപ്പെടുന്നു. തൃശൂരിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമിയിലേക്ക് ഷൊർണൂർ നഗരത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ദൂരമേയുള്ളൂ. സമീപത്തു കൂടി ഒഴുകുന്ന ഭാരതപ്പുഴയുടെ മറുകര പാലക്കാട് ജില്ലയാണ് എന്ന് ഇവിടുന്ന് പറഞ്ഞു കേട്ടു. പ്രകൃതി സൗന്ദര്യം നിർലോഭമായി സർവേശ്വരൻ വാരി വിതറിയിട്ടുള്ളതിനാൽ തന്നെ പല ചലച്ചിത്രങ്ങൾക്കും ഈ മനോഹര ഗ്രാമം വേദിയായി മാറിയിട്ടുണ്ട്. ആകാശം കുടയായി ചൂടിയ വിശാലമായ പാടശേഖരങ്ങൾ, അനേകം പക്ഷികൾ, വളരെ ചെറിയ ജീവജാലങ്ങൾ, സമീപത്തു കൂടി സ്വച്ഛമായി ഒഴുകുന്ന പുണ്യം നിറഞ്ഞ നിള അഥവാ ഭാരതപ്പുഴ, വിശാലമായ വയലുകൾക്ക് മധ്യത്തിലുള്ള കൂത്തുമാടം, കൂറ്റൻ ആൽവൃക്ഷങ്ങൾ, നിളാതീരത്തുള്ള മണൽ തിട്ടകൾ, പച്ചപ്പുല്ലുകൾ എന്നിങ്ങനെ സർവേശ്വരൻ ഒരുക്കിയ മനോഹരമായ കാഴ്ചകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അങ്ങകലെ ഒരു പോലെ ചൈതന്യവത്തായ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഇത്രയും ക്ഷേത്ര സഞ്ചാരങ്ങൾക്കിടയിൽ കണ്ട അതിമനോഹരമായ ഭൂമികളിൽ എല്ലാ വർണ്ണനകൾക്കും അപ്പുറത്തുള്ളൊരു സൗന്ദര്യമാണ് വാഴാലിക്കാവ് എന്ന ഈ പുണ്യഭൂമി സമ്മാനിച്ചത് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കുന്നു. പ്രകൃതി വരച്ചുവെച്ച ഒരു മനോഹരമായ ചിത്രം കണക്കെ ഉള്ള ഈ ഭൂമിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാഴാലിക്കാവ് എന്ന പുണ്യപുരാതനമായ ക്ഷേത്രത്തിൽ വാഴാലിക്കാവിൽ അമ്മയായി ജഗൽ ജനനി പരിശോഭിക്കുന്നു. ധാരികാസുരനെ നിഗ്രഹിച്ചതിനു ശേഷമുള്ള മടക്കയാത്രയിൽ ശിവപുത്രിയായ മഹാകാളിയായ സർവേശ്വരി വിശ്രമിക്കുവാനായി തിരഞ്ഞെടുത്തത് ഈ അതിമനോഹരമായ ഭൂമിയാണ് എന്നാണ് വിശ്വാസം. വാഴകളാലും ആൽവൃക്ഷങ്ങളാലും സമൃദ്ധമായ ഈ ഭൂമിയിൽ വാഴയുടെ അണയിലാണത്രേ ഭഗവതി വിശ്രമിച്ചത്. ദേവീ സാന്നിധ്യത്താൽ ധന്യമായി തീർന്ന വാഴയും ആലുമൊക്കെ നിറഞ്ഞ ഈ പുണ്യഭൂമി വാഴാലിക്കാവ് എന്ന് പ്രശസ്തമായി തീർന്നു. വടക്കോട്ട് ദർശനമായി പരിലസിക്കുന്ന വാഴാലിക്കാവിലമ്മ ഏകദേശം 4 അടിയോളം പൊക്കമുള്ള ശിലാവിഗ്രഹത്തിലാണ് കുടികൊള്ളുന്നത്. ചതുർഭുജ വിഗ്രഹത്തിൽ ശൂലം, വാള്, ധാരികന്റെ ശിരസ്, പാനപാത്രം എന്നിവ അമ്മ ധരിച്ചിട്ടുണ്ട്. കാവുകളിൽ ശിലാവിഗ്രഹ പ്രതിഷ്ഠ എന്നത് ഒരു അപൂർവത തന്നെയാണ്. തറനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ല വിഗ്രഹം കുടികൊള്ളുന്നത്. അതിമനോഹരമായ വശ്യത സമ്മാനിക്കുന്ന ഈ ദേവീ വിഗ്രഹം പ്രവഹിപ്പിക്കുന്ന മാതൃവാത്സല്യം എടുത്തു പറയേണ്ടതാണ്. പ്രായമുള്ള ഒരു അമ്മൂമ്മ അഥവാ മുത്തശ്ശിയുടെ ഭാവം ഇവിടെ അമ്മയ്ക്കുണ്ട് എന്നൊരു വിശ്വാസം ഭക്തന്മാർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. ഒരു മുത്തശ്ശിയുടെ വാത്സല്യം അഥവാ ആ സ്നേഹമാണ് വാഴാലിക്കാവിലമ്മ ഭക്തന് സമ്മാനിക്കുന്നത് എന്നതിനാൽ തന്നെ ഇവിടെ നാട്ടുകാരും ഭക്തന്മാരും ഭഗവതിയെ വാഴാലിമുത്തി എന്നും വിളിക്കാറുണ്ട്. അതിനാൽ തന്നെ ഇവിടെ കുടികൊള്ളുന്ന ജഗൽ ജനനി രൗദ്രസ്വരൂപിണിയല്ല, മറിച്ച് ശാന്തരൂപിണിയാണ് എന്നാണ് വിശ്വാസം. അനന്തമായ ജ്ഞാനത്തെയും പരമാനന്ദത്തെയും സംരക്ഷണത്തെയും പ്രദാനം ചെയ്തുകൊണ്ട് ജഗദീശ്വരി വാഴാലിക്കാവിലമ്മ അഥവാ വാഴാലിമുത്തിയായി
ഈ പുണ്യപുരാതന ക്ഷേത്രത്തിൽ പരിലസിക്കുന്നു. 2 ഭഗവതി പ്രതിഷ്ഠകൾ ഉള്ള ഒരു ക്ഷേത്രമാണിത്. വാഴാലിക്കാവിലമ്മയെ കൂടാതെ നവകുറുമ്പകാവിലമ്മ അഥവാ നാവുമ്പക്കാവിലമ്മ എന്ന ഭഗവതി പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനമായി വേറൊരു സ്വതന്ത്ര ശ്രീകോവിലിൽ ഇവിടെ കുടികൊള്ളുന്നുണ്ട്. വാഴാലിക്കാവിലമ്മയുടെ പുത്രി എന്ന ഭാവത്തിലാണ് ഈ ദേവീ സാന്നിധ്യം ഇവിടെ പരിലസിക്കുന്നത്. അമ്മ മകൾ ഭാവത്തിൽ ജഗൽ ജനനി കുടികൊള്ളുന്ന ക്ഷേത്രം എന്നൊരു പ്രത്യേകത കൂടി ഈ ദേവീക്ഷേത്രത്തിന് അവകാശപ്പെടാനുണ്ട്. പുണ്യനദിയിലൂടെ രൗദ്രരൂപിണിയായി അലറിക്കൊണ്ടൊഴുകി വന്ന തൻ്റെ പുത്രിയെ വാഴാലിക്കാവിൽ അമ്മ ചെന്ന് ശാന്തയാക്കി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു എന്നും തൻ്റെ സമീപത്ത് വലത്തുവശത്ത് സ്വന്തം പുത്രീഭാവത്തിൽ കുടിയിരുത്തി എന്നുമാണ് വിശ്വാസം. തനിക്കൊപ്പം പ്രാധാന്യം തൻ്റെ മകൾക്കും കൊടുക്കണമെന്ന് വാഴാലിക്കാവിലമ്മ കൽപ്പിച്ചുത്രേ. അതിനാൽ തന്നെ 2 ഭഗവതിമാരും തുല്യ പ്രാധാന്യത്തോടെ 2 ശ്രീകോവിലുകളിലായി ഇവിടെ പരിലസിക്കുന്നു. എല്ലാ വഴിപാടുകളും 2 ഭഗവതിമാർക്കുമായി തുല്യ പ്രാധാന്യത്തോടെ തന്നെ നടത്തണം എന്നും ഇവിടെ വിശ്വാസങ്ങളുണ്ട്. 2 കൊടിമരങ്ങളും 2 വെളിച്ചപ്പാടുകളുമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. 2 ശ്രീകോവിലുകളും തനിയെ പ്രദക്ഷിണം വയ്ക്കാമെങ്കിലും ക്ഷേത്രത്തിനെ ഒന്നിച്ച് പ്രദക്ഷിണം വെക്കണമെങ്കിൽ മതിലിന് പുറത്തുകൂടിയാണ് ചെയ്യേണ്ടത്. മതിൽക്കെട്ടിന് പുറത്ത് സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ദേവീപ്രീതിക്കായി ദാരികവധം പാട്ട് എന്ന ഒരു പ്രത്യേകതയുള്ള വഴിപാട് ഇവിടെ എന്നും രാവിലെ നടക്കാറുണ്ട്. ശത്രുദോഷ നിവാരണം, കുടുംബ ഐശ്വര്യം, ആയുരാരോഗ്യ സൗഖ്യം എന്നിങ്ങനെ ഒത്തിരി ഫലസിദ്ധികളുള്ള ഈ വഴിപാട് നടത്തുവാനായി പല ദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. ശ്രീകോവിലിനു മുമ്പിൽ ഇടതുഭാഗത്ത് പൂർവാഭിമുഖമായി ഭൂസ്പർശമില്ലാതെ ഇരുന്നും കൊണ്ടാണ് കുറുപ്പന്മാരാണ് ഈ പാട്ടുപാടുന്നത്. അതിനായി ഉപയോഗിക്കുന്ന വാദ്യോപകരണം നന്ദുണിയാണ്. ശിവതാണ്ഡവ സമയത്ത് ശിവസ്തുതി പാടുവാനായി സാക്ഷാൽ നാരദ മഹർഷി ഈ പുരാതന സംഗീത ഉപകരണം ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ. അതിപുരാതന കൃതിയായ ഉണ്ണിനീലി സന്ദേശത്തിൽ ഈ നാടോടി സംഗീത ഉപകരണത്തിനെ കുറിച്ച് പരാമർശമുണ്ടത്രേ. ദാരികവധം പാട്ടിനോടനുബന്ധിച്ച് 2 വെളിച്ചപ്പാടുകളും ദേവീ സാന്നിധ്യം ഇങ്ങനെ അറിയിച്ചും കൊണ്ട് ഈ ക്ഷേത്രത്തിൽ മുഴുവനുമായിട്ട് പ്രദക്ഷിണം വയ്ക്കുന്നു. പാട്ടിൻ്റെ ആ മൂർധന്യാവസ്ഥയിൽ വെളിച്ചപ്പാടുകൾ ഉറഞ്ഞു തുള്ളുന്നു. ശിവനൃത്തവും തിരുനൃത്തവും അരങ്ങേറുന്നു. അവസാനം കൽപ്പനകൾ ചൊല്ലുന്നു അഥവാ അരുളപ്പാടുകൾ പുറപ്പെടുവിക്കുന്നു. അങ്ങനെ അവസാനം ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവർഷങ്ങൾ ചൊരിയുന്നു. 365 ദിവസവും കൽപ്പനകൾ ചൊല്ലുന്ന ഒരു ദേവീക്ഷേത്രം കൂടിയാണിത്. ആ ജഗദംബിക ശ്രീലകം വിട്ട് പുറത്തേക്ക് എഴുന്നള്ളി തൻ്റെ മക്കളെ, തൻ്റെ ഭക്തജനങ്ങളെ ഒരു അമ്മ എന്ന വണ്ണം ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ വഴിപാട് ശക്തി ചൈതന്യത്തിൻ്റെ ആ മഹിമ കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. നെയ്വിളക്ക്, അർച്ചനകൾ, നിവേദ്യങ്ങൾ എന്നിങ്ങനെ വേറെയും നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. കുടലാറ്റുംപുറത്ത് മനയ്ക്കാണ് ഊരാളസ്ഥാനമുള്ളത്. ഇപ്പോൾ മനക്കാരും ഭക്തജനങ്ങളും കൂടിയാണ് ക്ഷേത്രഭരണം നിർവഹിക്കുന്നത്. മനയിലുള്ള കെടാവിളക്കിൽ നിന്നാണ് ഉത്സവ സമയത്ത് കൂത്തുകൂറയിടുമ്പോൾ അഗ്നി പകരുന്നത്. മണ്ഡലകാലത്ത് 41 ദിവസം നടക്കുന്ന കളമെഴുത്തുപാട്ട് തുടങ്ങുന്നതും ഈ മനയിൽ നിന്നും അഗ്നി അഥവാ ദീപം കൊണ്ടുവരുന്നതോടു കൂടിയാണത്രേ. നമ്മളിപ്പോൾ കൂത്തുമാടം കാണുവാനായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുംഭമാസത്തിലെ അശ്വതി വാഴാലിക്കാവിലമ്മയുടെ തിരുനാളാണ്. അന്നാണ് അതിപ്രശസ്തമായ വാഴാലിക്കാവ് വേല അഥവാ വാഴാലിക്കാവ് പൂരം ആഘോഷിക്കുന്നത്. മകരക്കൊയ്ത്തു കഴിഞ്ഞ് ആ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നിറവിൽ തട്ടകത്തമ്മയായ വാഴാലിക്കാവിലമ്മയുടെ പിറന്നാളിനു മുന്നോടിയായി 7 ദിവസത്തെ ഉത്സവാഘോഷങ്ങൾ ദേശം മുഴുവനും കൊണ്ടാടപ്പെടുന്നു. അപ്പോഴാണ് ക്ഷേത്രത്തിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന വാഴാലിക്കാവിൻ്റെ മുഖമുദ്ര എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഏകദേശം 400 വർഷങ്ങൾക്കധികം പഴക്കമുള്ള കൂത്തുമാടത്തിൽ വെച്ച് 7 ദിവസം രാത്രികാലങ്ങളിൽ തോൽപ്പാവക്കൂത്ത് നടക്കുന്നത്. ഇതാണ് ആ കൂത്തുമാടം. ഭഗവതിക്ക്
തോൽപാവക്കൂത്ത് കാണുവാൻ വേണ്ടിയാണത്രേ കൂത്തുമാടം ക്ഷേത്രത്തിന് അഭിമുഖമായി നിർമ്മിച്ചിരിക്കുന്നത്. കൂത്തു കാണുവാനായി ഭഗവതി കൂത്തുമാടത്തിലേക്ക് എഴുന്നള്ളും എന്നാണ് വിശ്വാസം. 2000 വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ആചാരാനുഷ്ഠാന കലയായ തോൽപാവക്കൂത്തിൻ്റെ ഉത്ഭവം പാലക്കാട് ജില്ലയാണെന്ന് പറയപ്പെടുന്നു. ആര്യ ദ്രാവിഡ സംസ്കാര സംയോജനത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം കൂടിയായ രാമായണം പ്രതിപാദ്യ വിഷയമായ ഈ കലാരൂപം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെച്ചാണ് നടക്കാറുള്ളത്. അതിനു പിറകിലും ഒരു ഐതിഹ്യമുണ്ട്. ഭദ്രകാളി ദേവി ദാരികാസുരനുമായി യുദ്ധത്തിൽ വ്യാപൃതയായ സമയത്താണത്രേ രാമരാവണ യുദ്ധം നടക്കുന്നത്. അതിനാൽ തന്നെ രാവണന്റെ മേൽ ശ്രീരാമസ്വാമി വിജയം നേടുന്നത് കാണുവാൻ ദേവിക്കായില്ല എന്നും ശിവപുത്രിയായ ഭഗവതിയുടെ ആ വിഷമം മാറ്റുവാനായി സാക്ഷാൽ മഹാദേവൻ ആവിഷ്കരിച്ചതാണ് ഈ തോൽപാവക്കൂത്ത് എന്നും വിശ്വാസങ്ങളുണ്ട്. ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ആണ്ടുവിശേഷവുമായി ബന്ധപ്പെട്ടാണ് അധികവും ഈ കലാരൂപം അരങ്ങേറാറുമുള്ളത്. കൂത്തു നടത്തുന്ന ആചാര്യനെ കൂത്തുമാടപ്പുലവർ എന്നാണ് വിളിക്കുക. പാലക്കാടുള്ള കൂനത്തറ കുടുംബമാണ് കേരളത്തിൽ പൈതൃകമായി തോൽപാവക്കൂത്ത് എന്ന ഈ കലാരൂപം കൈമാറി വരുന്നത്. തോൽപാവക്കൂത്ത് കൃതിയെ ആടൽപ്പറ്റ് എന്ന് പറയുമെങ്കിലും പ്രധാനമായും കമ്പരാമായണം തന്നെയാണ് ഈ കലാരൂപത്തിൻ്റെ ഇതിവൃത്തം. ശ്രീരാമസ്വാമിയുടെ ജനനം മുതൽ കിരീടധാരണം വരെയുള്ള കഥകളാണ് പ്രതിപാദ്യ വിഷയം. നിളയിലൂടെ ഒഴുകി വന്ന ഒരു കലാരൂപമായി വിശേഷിപ്പിക്കാറുള്ള ഇതിൽ ഉപയോഗിക്കുന്ന പാവകൾ നിർമ്മിച്ചിരിക്കുന്നത് മൃഗങ്ങളുടെ തോൽ കൊണ്ടാണ്. കൂത്തു തുടങ്ങുന്നതിനു മുമ്പ് പാവകളെ പുണ്യാഹം തളിച്ച് ശുദ്ധമാക്കുന്നു. ഏഴുപറ, ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം, കുഴൽ എന്നിവ അകമ്പടി വാദ്യങ്ങളായിട്ടുള്ള ഈ കലാരൂപം ആരംഭിക്കുന്നത് ഗണപതി സ്തുതിയോടെയാണ്. കൂത്തുമാടത്തിനു മുന്നിൽ വലിച്ചു കെട്ടിയ തുണി അഥവാ ആയപ്പുടവയുടെ പിറകിൽ വിളക്കുകൾ കത്തിച്ചു വെക്കുന്നു. ആയപ്പുടവയുടെ തൊട്ടുപിറകിൽ തോൽപാവകളെ ചലിപ്പിക്കുമ്പോൾ രാമായണ കഥാപാത്രങ്ങൾ നിറഞ്ഞാടുന്നു. അതീവ ദൈവീകമായ അനുഭൂതി പ്രദാനം ചെയ്യുന്ന തോൽപാവക്കൂത്ത് എന്ന പുരാതന കലാരൂപം അരങ്ങേറുന്ന ക്ഷേത്രം എന്ന ഖ്യാതി കൂടി ഈ ദേവീക്ഷേത്രത്തിന് അവകാശപ്പെടാനുണ്ട്. വേലയുടെ അന്നു പുലർച്ചെ കൂത്തുമാടത്തിൽ രാവണവധം നടക്കുന്നതോടെ 3 കതിനവെടി മുഴങ്ങുന്നു. 4 മണിക്ക് നട തുറന്നാൽ നിർമാല്യം, അഭിഷേകം, മലർനിവേദ്യം, ത്രിമധുരം എന്നിവയുണ്ടാകുന്നു. 101 കതിനവെടികൾ അഥവാ കതിനഭേരി മുഴങ്ങുന്നതോടെ വേലച്ചടങ്ങുകൾ ആരംഭിക്കുന്നു. ഉച്ചയ്ക്ക് തിരുവഞ്ചിക്കുഴി ക്ഷേത്രത്തിൽ നിന്നും തൊഴുപാടം മുരുകൻ ക്ഷേത്രത്തിൽ നിന്നും വേല പുറപ്പെടുന്നു. പൂതൻ, തിറ, വെള്ളാട്ട്, കരിവേല എന്നിവയെല്ലാം ആനയുടെ അകമ്പടിയോടെയാണ് എത്തുന്നത്. ഇരുവേലകളും എത്തുമ്പോൾ ഇവിടുത്തെ വെളിച്ചപ്പാടുകൾ ഉറഞ്ഞുതുള്ളി അരിയെറിഞ്ഞ് അനുഗ്രഹിക്കുന്നു. വാഴാലിക്കാവിലമ്മയുടെ തിടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നു. തുടർന്ന് പഞ്ചവാദ്യം അരങ്ങേറുന്നു. അങ്ങാടിക്കാവ് ഭഗവതിയെ മേളത്തോടെ ആനയിച്ച് കാവ് കയറുന്നു. മുല്ലക്കാവ്, ഉന്നത്തൂർ, പടിഞ്ഞാറ്റുമുറി എന്നീ വേലകളുമായി പാണ്ടിമേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുന്നു. രാത്രി വേല ആവർത്തനം നടക്കുന്നു. അന്ന് രാത്രി കൂത്തുമാടത്തിൽ ശ്രീരാമ പട്ടാഭിഷേകമാണ് നടക്കുന്നത്. അടുത്ത ദിവസം അങ്ങാടിക്കാവ് ദേശക്കാർ കൂത്തുപണം നൽകി ഉപചാരം ചൊല്ലി പിരിയുന്നു. ഉത്സവ സമയത്ത് എല്ലാ അനുഷ്ഠാന കലകളും ഇവിടെ അരങ്ങേറാറുണ്ട്. മീനത്തിലെ രേവതി നാളിലാണ് പ്രതിഷ്ഠാദിനം. നാട്ടുകാർ വർഷത്തിൽ ഒരിക്കലെങ്കിലും കളമെഴുത്തുപാട്ടും ചടങ്ങും കണ്ട് തൊഴണമെന്നും ഈ ദേശത്ത് വിശ്വാസമുണ്ട്. ഈ ദേവീക്ഷേത്രം അതിമധുരമാർന്ന അലൗകികമായ പ്രശാന്ത സുന്ദരമായ ദിവ്യാനുഭവങ്ങളോടൊപ്പം ഗ്രാമീണതയുടെ ഭംഗിയുമാണ് പകർന്നു തരുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യ കാഴ്ചകളോടൊപ്പം തന്നെ അമ്മ വാണരുളുന്ന ഈ ഭൂമി ശക്തി ചൈതന്യത്തിൻ്റെ മഹിമയും പങ്കുവെക്കുന്നുണ്ട്. അതിമനോഹരിയായ നിളയും കൂത്തുമാടവും ദേവീവിഗ്രഹങ്ങളും ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ക്ഷേത്രവും പാടശേഖരങ്ങളും വൃക്ഷലതാദികളും ജീവജാലങ്ങളും വീശുന്ന കാറ്റുപോലും അനന്തമായ ആകർഷണമാണ് പങ്കുവയ്ക്കുന്നത്.
ഈ ഭൂമി തൊട്ടറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഒരു നഷ്ടം തന്നെയാണെന്ന് പറയാതെ വയ്യ. പ്രകൃതിയെ പൊന്നുപോലെ സംരക്ഷിച്ചാൽ പ്രകൃതി സമ്മാനിക്കുന്ന അനിർവചനീയമായ അനുഭൂതി കൂടിയാണ് ഈ ദേവീക്ഷേത്രം പങ്കുവെക്കുന്നത്. വിട്ടുപിരിയാൻ പറ്റാത്തവണ്ണം നമ്മുടെ ആത്മാവിൽ വന്ന് നിറയുന്ന ഈ പുണ്യ പൈതൃക ഭൂമിക്ക് ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉച്ചരിച്ച എല്ലാ അക്ഷരങ്ങളും ജ്ഞാനസ്വരൂപിണിയായ വാഴാലിക്കാവിലമ്മയുടെ ആ പൊന്നു തൃപ്പാദങ്ങളിൽ അർച്ചനയായി സമർപ്പിക്കുന്നു. അനുഭവിച്ച് മതിയാവാത്ത വാഴാലിക്കാവിലമ്മയുടെ ഈ തിരുസന്നിധിയിൽ നിന്നും തൽക്കാലം ഞങ്ങൾ വിടവാങ്ങുന്നു. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ജഗദംബികാ സ്മരണം. ശ്രീ മഹാദേവീ നമഃ. അമ്മേ ശരണം, ദേവീ ശരണം.